അല്ലേ, നമ്മൾ ഇന്ത്യൻ്റെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ടോട്ടലി നോർത്തേൺ മൗണ്ടൈൻസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഏരിയ ആണ് നമ്മൾ ഇന്ന് ആ ഒരു നോർത്തേൺ കംപ്ലീറ്റ് ആ നോർത്ത് ഏരിയയിൽ കംപ്ലീറ്റ് വരുന്നത്. ഇപ്പോൾ നോർത്തേൺ പ്ലെയിൻസും അതുപോലെ തന്നെ എന്താണ് നോർത്തേൺ മൗണ്ടൈൻസും ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹിമാലയാസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ മിക്കവാറും എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല ടൈപ്പ് എക്സാംസിൽ അല്ലേ. ഇപ്പോൾ ഒരു എക്സാം അല്ല, ഒരു എക്സാം നമ്മൾ ആരും ഒരു എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് എന്താണ് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാംസ് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ അവിടെ എല്ലാം എന്താണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വളരെയധികം വൈറ്റൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹിമാലയാസ് അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഏരിയ. യെസ് ഓക്കെ, എല്ലാവർക്കും ഓഡിബിളും വിസിബിളും ആണ്. ഓക്കെ, അപ്പോൾ ആ ഏരിയയിൽ അപ്പോൾ ഹിമാലയാസ് എന്ന് പറയുന്ന ആസ് എ ഹോൾ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഇന്ത്യയുടെ എന്താണ് നമ്മുടെ ആ ഒരു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ എന്താ അതിൻ്റെ ചൈനയുടെ ഭാഗത്തുകൂടി വന്ന് നേപ്പാൾ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, ഭൂട്ടാൻ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എന്താണ് അവിടെ ഇങ്ങനെ അരുണാചൽ പ്രദേശ് വരെ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനറലി നമ്മുടെ ഹിമാലയാസ് അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് വരുന്ന ആൾക്കാരാണ്. ഹിമാലയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് എന്തായിരിക്കും മൗണ്ട് എവറസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ടെക്നിക്കലി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ നോർത്തേൺ മൗണ്ടൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു നോർത്തേൺ മൗണ്ടൻസ് അതായത് ഇന്ത്യൻ ഫിസിയോഗ്രഫിയിലെ ഒരു ഡിവിഷൻ ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടൻസിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, 3 മൗണ്ടൻ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അതിൽ ഒരാളെന്ന് പറയുന്നത് ഹിമാലയാസ്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഹിമാലയാസ് ആണ് അതിൽ ഒരാള്. രണ്ടാമത് വരുന്നതാണ് ട്രാൻസ് ഹിമാലയാസ്. അപ്പൊ ഹിമാലയത്തിന്റെയും മുകളിലായി കാണപ്പെടുന്ന ആൾക്കാരാണ് ഈ ട്രാൻസ്, അതായത് നമ്മുടെ ഹിമാലയ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിന്, ഇപ്പൊ റേഞ്ച് നമ്മളെന്താ ഒരു പീക്ക് ഒരു ഹില്ലോക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ എന്താ ഒരു കുന്നിനെ നമ്മൾ എന്തായിരിക്കും എപ്പോഴും പീക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു പീക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ചസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പീക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതെന്താ ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നീണ്ടു കിടക്കുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹിമാലയാസിന്റെ തൊട്ട് മുകളിലായിട്ട് ഇപ്പൊ നമ്മൾ എന്താ ടെക്നിക്കലി ഇത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താന്ന്. അപ്പൊ അതിനാണ് നമ്മൾ എന്താ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അതിനുശേഷം പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ, അതായത് നമ്മുടെ എന്താണ് നമുക്കറിയാം സപ്തസുന്ദരികൾ എന്നറിയപ്പെടുന്ന 7 സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ നമുക്ക് എന്താണ് ഇന്ത്യയുടെ ആ ഒരു കൈയുടെ ഭാഗത്തായിട്ട് അല്ലെ. നമുക്കറിയാം ഇങ്ങനെ എന്താണ് സിക്കിം വന്നു, ഭൂട്ടാൻ കഴിഞ്ഞ് എന്താണ് അരുണാചൽ പ്രദേശ് കഴിഞ്ഞ് ഇങ്ങനെ എന്താണ് കിടക്കുന്ന ഒരു കൈ പോലത്തെ ഒരു പോർഷൻ നമുക്ക് എന്താണ് ഇന്ത്യക്ക് ഉണ്ടല്ലേ. ഇന്ത്യയുടെ മാപ്പ് നമുക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഭാഗത്ത് കാണുന്ന 7 സ്റ്റേറ്റ്സിനാണ് നമ്മൾ സപ്തസുന്ദരികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താണ് ഇങ്ങനെ എന്താണ് ഈ വ്യാപിച്ച് കിടക്കുന്ന അപ്പൊ എന്താണ് അവിടെ എന്താണ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് അതിൽ അരുണാചൽ പ്രദേശ്, അതായത് നമുക്കറിയാം അല്ലെ ഇവിടെ ഇവിടെ ഇങ്ങനെ എന്താണ് നമുക്ക് സിക്കിം ഉണ്ട്. സിക്കിമിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾ നിൽക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ആസാമാണ് അല്ലെ, ആസാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അരുണാചൽ പ്രദേശ് ഉണ്ട്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ ഈ പോർഷനിലായിട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും ഒരു യൂ ടേൺ എടുത്ത് എന്ത് ചെയ്യും താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഫർദർ ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ മ്യാൻമാറിലേക്ക് ഇത് കയറേണ്ടതാണ് അല്ലെ. ആ ഒരു പോർഷനിലേക്ക് എന്ത് ചെയ്യണം അങ്ങനെ നീണ്ട് ഇങ്ങനെ പോവേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ത് പറ്റി, അവിടെ എന്ത് ചെയ്തു കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു ഒരു ടേൺ എടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ പോവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ താഴോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഹിമാലയത്തിന്റെ ബ്രാഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത് പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ദിഹാങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. ദിഹാങ് എന്ന് പറയുന്ന ആ ഒരു ഗോർജിന്റെ അവിടെ വെച്ചിട്ടാണ്. ദിഹാങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലേ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ എന്താണ് ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ നമ്മൾ അതിനെ സാങ്പോ എന്ന് പറയും. ഈ സാങ്പോ എന്ന് പറയുന്ന റിവർ എന്ത് ചെയ്യും ഇവിടെ നമ്മുടെ ഈ ഹിമാലയത്തിന്റെ ഇവിടെ നംചാ ബർവ എന്ന് പറയുന്ന ഒരു പീക്കുണ്ട്. അതിനൊരു സിൻടാക്ഷിയൽ ബെൻഡ് എന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു ഫോൾഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യും നംചാ ബർവ ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഈ നംചാ ബർവയുടെ ഇവിടെ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും ഈ സാങ്പോ വന്ന് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ നംചാ ബർവ ഈ ഭാഗത്ത് വലിയൊരു ഗോർജ് ഉണ്ടായിക്കൊണ്ട്, എന്താണ് ഗോർജ് എന്ന് പറയുന്നത്, ഒരു റിവറിന്റെ ചാനലാണ് ഗോർജ് എന്ന് പറയുന്നത്. അതിന് എന്താ പ്രത്യേകത, അതിനെന്തുകൊണ്ട് വാലി എന്ന് വിളിക്കുന്നില്ല, അതെന്താണ് വളരെ സ്റ്റീപ്പ് ആയിരിക്കും. അതിന്റെ സൈഡ് വാൾസ്
വളരെ സ്റ്റീപ്പായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളെന്താണ് ഇങ്ങനെ എന്താണ് ശരിക്കും ഒരു ചതുരം ഇരിക്കുന്നത് പോലെ അല്ലെ, അതിന്റെ ഇങ്ങനെ എന്താണ് ഒരു ബേസ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും ഇരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും ആര്, സാങ്പോ. അപ്പൊ ഈ സാങ്പോ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ദിഹാങ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബ്രഹ്മപുത്ര റിവർ ആണ് ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ സാങ്പോ എന്ന് പറയുന്നു. അത് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ ദിഹാങ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ്, ദിഹാങ്ങിന് ഒരു ട്രിബ്യൂട്ടറിയും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് ദിബാങ്. അപ്പൊ ഈ ദിബാങ്ങും ദിഹാങ്ങും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രഹ്മപുത്ര, നമ്മൾ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ദിഹാങ്ങും ദിബാങ്ങും ഈ രണ്ട് റിവേഴ്സും കൂടി ചേരുന്ന സമയത്താണ്. ക്ലിയർ ആവുന്നുണ്ടോടാ? ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പൂർവാഞ്ചൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ദിഹാങ് ഗോർജിലേക്ക്. അപ്പൊ ദിഹാങ് ഗോർജ് എങ്ങനെ ഉണ്ടായി, സാങ് പോലെ നമ്മുടെ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി എന്താണ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത് അല്ലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ആളാണ് അല്ലെ, നേരെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ആളാണ്. എന്താണ് നമ്മുടെ ഈ നംച ബർവ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാരണം എന്താ നേരെ ഒഴുകാൻ പറ്റിയില്ല, അയാൾ എന്ത് ചെയ്യും നൈസായിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഗോർജ് ഉണ്ടാക്കിയിട്ട് അല്ലെ, ഇവിടെ നമുക്കറിയാം ഹിമാലയ ഉണ്ടല്ലേ, ഹിമാലയ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗോർജ് ഉണ്ടാക്കുന്നു. ആ ഗോർജിന്റെ പേരാണ് ദിഹാങ് ഗോർജ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും നൈസായിട്ട് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നു. അപ്പൊ അതിന് പറയപ്പെടുന്ന പേര് ദിഹാങ് എന്നാണ്. അതിനുശേഷം ദിബാങ് എന്ന് പറയുന്ന ഒരു നദി വന്ന് ഈ ദിഹാങ്ങിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ എന്താണ് ബ്രഹ്മപുത്ര എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ദിഹാങ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അവിടെ തൊട്ടാണ് ഈ ദിഹാങ്ങും ദിബാങ്ങുമായിട്ട് ചേരുന്ന ആ പോയിന്റിലാണ് ബ്രഹ്മപുത്ര എന്ത് ചെയ്യുന്നത് എന്ന പേര് സ്വീകരിക്കുന്നത്, ബ്രഹ്മപുത്ര എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, ഒന്ന് എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്കറിയാം അല്ലേ, വളരെ യങ് ആയിട്ടുള്ളൊരു ഫോൾട്ട് മൗണ്ടെയിൻ ബെൽറ്റ് ആണ് നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളൊരു ഫോൾഡ് മൗണ്ടെയിൻ ബെൽറ്റ് ആണ്. അതായത് ജിയോളജിക്കലി അതെന്താണ്, ഇത്തരം മൗണ്ടെയിൻസ് നമ്മൾ ഇന്നാളും പറഞ്ഞല്ലേ, നമ്മുടെ എന്താണ് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സിന് നമ്മൾ എന്താണ് ഓറോജനി എന്നാണ് പറയുന്നത് അല്ലെ, ഓറോജനിക് പ്രോസസ് എന്നാണ് പറയുന്നത് അല്ലെ, ഓറോജനി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ഹിമാലയം ഫോം ചെയ്ത ഓറോജനി എന്ന് പറയുന്നത് വളരെ യങ് ആണ്. ഒരു 1.5 ബില്യൺ അകത്തൊക്കെ ആ ഒരു ഏജ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, 1.5 ബില്യൺ അല്ല കേട്ടോ, മില്യൺ എന്താണ് മില്യൺ ഏജ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ. ഹിമാലയാസിന്റെ ആ ഒരു എന്താണ് ഫോർമേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് എന്താണ് ഇങ്ങനെ മുകളിലേക്ക് വന്ന അല്ലെ, ഏകദേശം ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്താണ് അതിലും താഴെയാണ് എന്ത് ചെയ്യും നമ്മുടെ ഹിമാലയാസിന്റെ ഏജ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഹിമാലയാസ് എന്ന് പറയുന്നത് ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെറൈനിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്ത് വരുന്നത് എർത്ത്ക്വേക്സ് നമ്മുടെ ഹിമാലയാസിന്റെ പോർഷൻസിൽ, ഇപ്പൊ നേപ്പാൾ ആയിക്കോട്ടെ, സിക്കിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഏരിയയുമായി കവർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെ മൈനർ ആയിട്ടുള്ള റേഞ്ചിൽ പോലും അല്ലെങ്കിൽ റിച്ചർ സ്കെയിലിൽ വളരെ മൈനർ, ഇപ്പൊ 3.5 അല്ലെങ്കിൽ 4 എന്ത് ചെയ്യുന്നുള്ളൂ, ചിലപ്പം അതിന്റെ എന്താണ് ആ ഒരു ഇന്റൻസിറ്റി അല്ല, അതിന്റെ ആ ഒരു എന്താണ് വ്യാപ്തി അല്ലേ, അതിന്റെ ആ ഒരു വ്യാപ്തി രേഖപ്പെടുത്തുന്നുള്ളൂ. എങ്കിൽ പോലും എന്താണ് അവിടെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഷെയ്ക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അവിടെ ഒരു ആക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി ഉണ്ട് എന്നുള്ളതിന്റെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്കറിയാലേ ഹിമാലയൻ മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ അവിടെ 3 റിവേഴ്സ് അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിവേഴ്സ് അല്ലെ, ഇൻഡസ്, അതുപോലെ തന്നെ ഒന്ന് ഇൻഡസ്, 2 ഗ്യാഞ്ചസ്, മൂന്നാമത്തത് ബ്രഹ്മപുത്ര. അപ്പൊ 3 റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൗണ്ടെയിൻ റേഞ്ചസ് നിന്ന് വരുന്നുണ്ട്. അതിൽ ഇൻഡസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിൽ നിന്നാണ് കേട്ടോ, ട്രാൻസ് ഹിമാലയത്തിൽ നിന്നാണ് ഇൻഡസ് എന്ന് പറയുന്ന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. ഇനി നമുക്കറിയാം അല്ലെ, ഇതെന്താണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് അല്ലെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയാസ് വരുന്നത്. അപ്പോൾ നമുക്ക് തുടക്കം ഇത് കംപ്ലീറ്റ്ലി അതിന് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണെന്ന് പറയാൻ കഴിയൂല. അപ്പൊ എന്താണ് സ്ലൈറ്റ്ലി വേരി ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ എന്താണ് കാശ്മീരിന്റെ ആ ഒരു ഭാഗത്തൊക്കെ എന്താണ് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അതിനുശേഷം എന്താണ് ഈ നേപ്പാളിന്റെ ഭാഗമൊക്കെ ആവുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്താണ് ഡയറക്ഷനിലാവുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് കുറച്ച് സ്ലൈറ്റ്ലി അത് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡയറക്ഷൻ എന്താണ് എല്ലാ ഭാഗങ്ങളിലും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ എന്നല്ല,
വേരി ചെയ്യുന്നുണ്ട്. എന്നാലും ജനറലി നമുക്ക് പറയാം ഇത് ഈസ്റ്റ് വെസ്റ്റ്, ഈ ഒരു മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കിടക്കുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇനി ഹിമാലയാസ് എന്ന് പറയുന്നത് ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ, ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുന്ന വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ ഒരു നാച്ചുറൽ ബൗണ്ടറിയാണ്, അല്ലെ ഇന്ത്യയുടെ ഒരു നാച്ചുറൽ ഗേറ്റ് വേ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇതിന്റെ തിക്നെസ് അല്ലെ, തിക്നെസ് എന്ന് പറയുന്നത് എന്താണ് തിക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ഭാഗത്ത് എത്ര ഏരിയ അല്ലെ, ഇപ്പൊ എന്താണ് ഇതാണ് ആ റേഞ്ച് എന്ന്, അല്ലെങ്കിൽ റിഡ്ജ് എന്നിരിക്കട്ടെ, ആ ഒരു റേഞ്ച് എന്നിരിക്കട്ടെ, അതിൽ ഈ കാണുന്നതാണ് എന്ത് തിക്നെസ്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ എത്ര വീതി ഉണ്ടെന്നുള്ളതാണ്. ഇത് അതിന്റെ ലെങ്തും അല്ലേ, ഈ ഒരു ഏരിയ അതിന്റെ ലെങ്തും ആണ് പറയുന്നത്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2400 കിലോമീറ്റർ ആണെങ്കിൽ അതിന്റെ മൊത്തം സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2400 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തിക്നെസ് പറയുന്നത് എന്താ, ഒരു വേരിയിങ് തിക്നെസ് ആണ് കാണിക്കുന്നത്. വേരിയിങ് തിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ്മീരിന്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹിമാലയം നോക്കി കഴിയുമ്പോൾ അതിന്റെ വെസ്റ്റേൺ ഭാഗത്ത് തിക്നെസ് വളരെ കൂടുതലും, അതിന്റെ എന്താണ് ആ ഒരു ഏരിയ, അത് കവർ ചെയ്യുന്ന ഏരിയ വളരെ കൂടുതലും, എന്നാൽ എന്താണ് നമ്മുടെ അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്നത്, അതായത് അരുണാചൽ പ്രദേശ് റീജിയനിലേക്ക് പോകുന്തോറും അതിന് തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരിന്റെ ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്റർ വരെ തിക്നെസ് ഉണ്ടെങ്കിൽ അരുണാചൽ പ്രദേശിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് 150 കിലോമീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഹിമാലയാസിന് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചസിന് എന്ത് ചെയ്യുന്നുള്ളൂ, തിക്നെസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ തിക്നെസ് കുറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഓൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഓൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലേ, മൗണ്ട് എവറസ്റ്റ്, അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ഓൾട്ടിറ്റ്യൂഡിനും എന്ത് ചെയ്യുന്നുണ്ട്, സോറി, അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്നതോറും നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിന് എന്ത് ചെയ്യുന്നുണ്ട്, വേരിയേഷൻസ് സംഭവിക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനലി അപ്പൊ നമ്മൾ എന്താണ് നോർത്തേൺ മൗണ്ടൻസിനെ 3ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. അതിലെന്താണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയാസ് എന്താണെന്നാണ്. ഹിമാലയാസ് ആണ് നോക്കുന്നത്. അപ്പൊ ഹിമാലയാസ് പ്രധാനമായിട്ടും എന്താണ് ലോഞ്ചിറ്റ്യൂഡിനലി, അതായത് എന്താണ് ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ഒരു ലഡാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എന്താണ് ലഡാക്ക്, കാശ്മീരിന്റെ കുറച്ച് ഭാഗം, ഇങ്ങനെ എന്താണ് ടിബറ്റ് ഭാഗവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന എന്താണ് മൗണ്ടെയിൻ റേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയാസ് ഈ ടിബറ്റിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ടിബറ്റൻ ഹിമാലയാസ് എന്നും പറയാറുണ്ട്. ഇപ്പൊ ടിബറ്റൻ ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹിമാലയാസ് എന്ന് പറയുന്നത് എന്താണ് ഹിമാലയാസിന് ബിയോണ്ട് ആയിട്ട് കുറച്ചുകൂടെ മുകളിലായി നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തില് പ്രധാനമായിട്ട് 3 റേഞ്ച് ആണ് പറയുന്നത്. അതായത് 3 റേഞ്ചസ് ഉണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ 3 റേഞ്ചസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ ട്രാൻസ് ഹിമാലയാസിൽ, അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസിൽ പ്രധാനമായി പറയുന്ന 3 റേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ നമ്മുടെ എന്താ പൂർവാഞ്ചലിനെ പറ്റി പറഞ്ഞപ്പോൾ നംചാ ബർവ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞില്ലേ, നംചാ ബർവ, അത് ഞാൻ പറഞ്ഞൊരു സിൻടാക്ഷിയൽ ബെൻഡ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ 2 സിൻടാക്ഷിയൽ ബെൻഡ് ശരിക്കും പറഞ്ഞാൽ ഹിമാലയ ഏരിയാസിലുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഇവിടെ ഒന്ന്, ഇത് കണ്ടോ, ഇത് നംഗപർവ്വതം അല്ലെങ്കിൽ നംഗപർവ്വത്. ഇപ്പൊ ഈ സിൻടാക്ഷിയൽ ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ബെൻഡിങ് നടക്കുകയാണ്. ഹിമാലയാസ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാണ്. അവരെന്ത് ചെയ്യണം, പിന്നെ ഫർദർ ഇങ്ങനെയല്ല മൂവ് ചെയ്യുന്നത്, അവിടെ നിന്ന് എന്ത് ചെയ്യും, സ്ലൈറ്റ്ലി ഒന്ന് ബെൻഡ് ചെയ്ത് എന്താണ് ഒന്ന് ചരിഞ്ഞു പോകും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ഏരിയയിൽ, ആ ഒരു ഏരിയയിൽ
ഒരു സിൻടാക്ഷ്യൽ ബെൻഡ് ഉണ്ട്, നംച ബർവ. അപ്പൊ നംഗപർവ്വതും നംച ബർവയും ഈ രണ്ടാൾക്കാരും എന്താണ് നമ്മുടെ ഹിമാലയത്തിൽ കാണുന്ന രണ്ട് സിൻടാക്ഷ്യൽ ബെൻഡ് ആണെന്ന് പറയാം. സിൻടാക്ഷ്യൽ ബെൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫോൾഡിംഗ് ആണ്. ഫോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കല്ലുകളെ പിടിച്ചിങ്ങനെ എന്താണ് കറക്കി വെച്ചിരിക്കുകയാണ്, എന്താണ് അതിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഈ സിൻടാക്ഷ്യൽ ബെൻഡ് അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവരുണ്ടായ സമയത്ത് ടെക്ടോണിക്കലി അല്ലേ ഇവരുണ്ടാകുന്നത്. അപ്പൊ ഈ ടെക്ടോണിക്കലി ഇവരുണ്ടായതുകൊണ്ട് തന്നെ ഈ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്കുണ്ടാകുന്ന ഡീഫോമേഷൻസ് ആണ് ഈ ഫോൾഡിംഗ് എന്നൊക്കെ പറയുന്നത്. അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് വായിച്ചൊക്കെ നോക്കാം, അല്ലാത്തവർക്ക് ഇപ്പൊ അത് എന്താണ് വലിയ ഇതൊന്നും ഇല്ലാത്തവർക്ക് ജസ്റ്റ് എന്താണ് ഈ രണ്ട് സിൻടാക്ഷ്യൽ ബെൻഡ് ഉണ്ട്, രണ്ട് ഫോൾഡിങ് ഈ രണ്ട് ഭാഗത്തായിട്ടും ഉണ്ട്. വെസ്റ്റേൺ സൈഡിലുള്ളതിന് നംഗപർവ്വതം എന്നും അതുപോലെ തന്നെ എന്താണ് ഈസ്റ്റേൺ സൈഡിലുള്ളത് നംച ബർവ എന്നും രണ്ട് ബെൻഡുകൾ കാണുന്നുണ്ട്. ഈ രണ്ട് ബെൻഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ നംഗപർവ്വതം എന്ന് പറയുന്ന ബെൻഡിന്റെ അടുത്തുകൂടിയാണ് നമ്മുടെ ഇൻഡസ് എന്ത് ചെയ്യുന്നത്, ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് എന്ന് പറയുന്ന റിവർ എന്ത് ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ നംഗപർവ്വതത്തിന്റെ ഭാഗത്ത് വെച്ച് ഒരു വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്യിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻഡസ് പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് നംച ബർവയും പറഞ്ഞല്ലേ, നംച ബർവയുടെ ഭാഗത്ത് വെച്ച് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര അല്ലെ, സാങ്പോ എന്നറിയപ്പെടുന്ന എന്താണ് ടിബറ്റിലെ സാങ്പോ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന എന്താണ് റിവർ അല്ലെ, റിവർ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത് പ്രവേശിക്കുന്നത്. അപ്പൊ ഹിമാലയാസ് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് നംഗപർവ്വതും നംച ബർവയും. നംഗപർവ്വത വെസ്റ്റേൺ മോസ്റ്റ് അല്ലെ, ഹിമാലയാസിന്റെ വെസ്റ്റേൺ മോസ്റ്റ് ആ ഒരു എന്താണ് ഇന്ത്യയിൽ ഹിമാലയാസ് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് ഹിമാലയാസ് ട്രാൻസ് ഹിമാലയാണ് എന്ത് ചെയ്യുന്നത് ബെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നംച ബർവ എന്താണ് നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് എൻഡ് ആണ്. അതിനുശേഷം എന്താണ് ഈ നംച ബർവയ്ക്ക് ശേഷം നമ്മൾ പിന്നെ എന്താണ് പൂർവാഞ്ചൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെ, നമ്മുടെ താഴേക്ക് വന്ന് എന്താണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഹിമാലയാസിൽ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നമ്മൾ വളരെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ എന്താ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സിൻടാക്ഷ്യൽ ബെൻഡ് എന്താണെന്ന് പറഞ്ഞു, രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതുവഴി എന്താണ് ആരൊക്കെയാണ് ഗോർജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൽ അല്ലെ, ട്രാൻസ് ഹിമാലയത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട 3 റേഞ്ചസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ കാരക്കോറത്തിന് ഒരു പ്രത്യേകതയുണ്ട്, K2 മൗണ്ട് K2 അല്ലെ, വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് അറിയപ്പെടുന്ന അല്ലെ, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൊക്കെ അറിയപ്പെടുന്ന മൗണ്ട് K2 എന്ന് പറയുന്ന ആ ഒരു പീക്ക് എന്ന് പറയുന്നത് ഈ കാരക്കോറം റേഞ്ചിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ട്രാൻസ് ഹിമാലയത്തില് ഈ കാരക്കോറം റേഞ്ചിൽ പെടുന്നതാണ് കൈലാഷ് റേഞ്ച് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കൃഷ്ണഗിരി റേഞ്ച് ശരിക്കും ടിബറ്റ് ഏരിയയിലാണ് കേട്ടോ. അതൊക്കെ ഈ കൈലാഷ് റേഞ്ചും കൃഷ്ണഗിരിയൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ടിബറ്റ് ഏരിയയിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ലഡാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്ലേറ്റ്യൂ ആണല്ലോ, ഒരു പ്ലേറ്റ്യൂ പോലത്തെ റീജിയൻ ആണ്. അവിടെ വരുന്ന ചെറിയ പ്ലെയിൻസ് ആണ്. അക്സിയാച്ചിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അക്സിയാച്ചിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അക്സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചൈന അതല്ലേ, കുറച്ച് എന്താണ് ചൈന ഓക്യുപ്പൈഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ടല്ലോ ലഡാക്കിന്റെ ആ ഒരു പോർഷനിൽ. അപ്പൊ അവിടെ അറിയപ്പെടുന്ന ഒരു പ്ലേറ്റ്യൂ ആണ് അക്സിയാച്ചിൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഡെപ്സാങ് പ്ലെയിൻ, ഇങ്ങനെയൊക്കെ കുറച്ച് പ്ലെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ കാരക്കോറത്തിലാണ് മൗണ്ട് K2 വരുന്നതെന്ന് ഓർത്തിരിക്കുക, ഗോഡ്വിൻ ഓസ്റ്റിൻ മറ്റൊരു പേര്. അതിനുശേഷം എന്താണ് ലഡാക്കിലാണ് നമ്മുടെ അക്സിയാച്ചിൻ എന്ന് പറയുന്ന പ്ലേറ്റും ഒക്കെ ആ ഒരു എന്താണ് പ്ലെയിൻ ഒക്കെ വരുന്നത് എന്താണ് ലഡാക്കിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ഹിമാലയത്തിന്റെ എന്താണ് 3 അല്ലെ, നമ്മളിപ്പോ ട്രാൻസ് ഹിമാലയത്തിന് 3 റേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹിമാലയൻ റേഞ്ചസിനും പ്രധാനമായിട്ട് 3 റേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. 3 റേഞ്ചസ് പറയുന്നുണ്ട്, ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. ഹിമാചൽ ആൻഡ് സിവാലിക്. ഇനി പറയുന്ന മറ്റൊരു പേരെന്താണ് ഗ്രേറ്റർ ഹിമാലയാസ്, ലെസ്സർ ഹിമാലയാസ്, അതുപോലെ തന്നെ ഔട്ടർ ഹിമാലയാസ്. ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് പറയുന്നത് ഹിമാദ്രി, ലെസ്സർ ഹിമാലയാസ് എന്ന് പറയുന്നത് ഹിമാചൽ, ഔട്ടർ ഹിമാലയാസ് എന്ന് പറയുന്നത് സിവാലിക്. അപ്പോൾ ഇവരെന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ 3 റേഞ്ചസിനെയാണ് നമ്മൾ ഹിമാലയാസ് എന്ന് വിളിക്കേണ്ടത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിമാലയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിമാലയാസ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചസിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ആൾക്കാരാണ് ഗ്രേറ്റർ ഹിമാലയാസ്, ലെസ്സർ ഹിമാലയാസ് ആൻഡ് ഔട്ടർ ഹിമാലയാസ്. അവരുടെ മറ്റു പേരെന്താണ്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. ഇനി നമ്മുടെ ആദ്യത്തെ ആളെന്താണ്? ഗ്രേറ്റർ ഹിമാലയ അല്ലെ. ഗ്രേറ്റർ ഹിമാലയ നമ്മുടെ സസ്കർ ട്രാൻസ് ഹിമാലയൻ റേഞ്ചിലെ സസ്കർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹിമാലയത്തിന്റെ റേഞ്ചസ് ആണ്. ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു അതിനുശേഷം തുടങ്ങുന്ന ഹിമാലയ റേഞ്ചസ് ആണ് ഏത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഈ ഹിമാലയത്തിലെ 3 റേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പൊക്കം കൂടിയ, അതായത് ഏറ്റവും ഹൈറ്റ് ഉള്ള ലെയർ എന്ന് പറയുന്നത് ഈ ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയുന്ന സ്ഥലമാണ്. ഏകദേശം ആവറേജ് ഹൈറ്റ് തന്നെ 6000 മീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഏകദേശം എന്താണ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആ മൊത്തം ഈ ഏരിയയിൽ, ആ ഹിമാദ്രിയിലെ മൊത്തം ഏരിയയിൽ എന്താണ് ഏകദേശം 6000 മീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവറേജ് ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇത് ഏകദേശം എന്താണ് ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് 120 മുതൽ 190 കിലോമീറ്റർ വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയാസ് ആണ് എന്താ നമ്മൾ പറയുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയാസ് ആണ്. ഒരു ആവറേജ്, ഓൺ ആൻ ആവറേജ് 6000 മീറ്റേഴ്സ് ആണ് ഇതിന്റെ എന്താണ് പൊക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് 120 മുതൽ 190 കിലോമീറ്റർ ആണ്. ഈ ഹിമാലയത്തിലെ 3 റേഞ്ചസ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു റേഞ്ച് ആണ് ഏത്? ഹിമാദ്രി എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, പൊക്കം കൂടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ മഞ്ഞിന്റെ പ്രസൻസ് വരും. മഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ഗ്ലേഷ്യേഴ്സ് ഹിമാദ്രി റീജിയനിൽ ഒത്തിരി അധികം ഗ്ലേഷ്യേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വേൾഡിൽ തന്നെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ്, എവിടെയാണ്? നേപ്പാളിലാണ് അല്ലെ. അപ്പൊ നേപ്പാളിലുള്ള മൗണ്ട് എവറസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ സിക്കിമിലെ കാഞ്ചൻജംഗ എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് ധൗലാഗിരി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇന്ത്യക്കകത്തുള്ള ഒരു പീക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് ഉയരം കൂടിയ പീക്കുകളെല്ലാം വരുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കുകളെല്ലാം വരുന്നത് എവിടെയാണ്? ഈ ഹിമാദ്രി എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പൊ മൗണ്ട് എവറസ്റ്റിന്റെ പൊക്കം നമുക്കറിയാം അല്ലെ, 8848 ആണ്. 8848 മീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട പാസസ് ആണ് എന്താണ്? ബാരാലച്ചാല, ഷിപ്കീല, നാഥൂല, സോജില, ബോംഡീല, ഇങ്ങനെയുള്ള പാസസ് ഒക്കെ, പ്രധാനപ്പെട്ട പാസസ് ഒക്കെ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു ഹിമാദ്രിയാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗാഞ്ചസും യമുനയും എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹിമാദ്രി റേഞ്ചിൽ നിന്നാണ്. ഗാഞ്ചസും അതുപോലെ തന്നെ യമുനയും എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹിമാദ്രി റേഞ്ചിൽ നിന്നാണ്. ഹിമാദ്രിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൊക്കമുള്ള എന്താണ് ഹിമാലയത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. അതിനുശേഷം വരുന്ന ആളാണ് ലെസ്സർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പേരുള്ള ആള്. ലെസ്സർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പേരുള്ള ആള്. അപ്പൊ അവിടെ എന്താണ് ഹിമാദ്രി പറഞ്ഞപ്പോൾ ഏകദേശം 6000 മീറ്റർ ആയിരുന്നു ആവറേജ് ഹൈറ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം 1000 മുതൽ 4500 മീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആവറേജ് വിട്ട് എന്താണ് ഇവിടെ കുറവാണ്, 50 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ എന്താണ് ലെസ്സർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഹിമാദ്രിക്ക് തൊട്ട് താഴെയായി കാണുന്ന റേഞ്ചാണ്. അപ്പൊ ഇവിടെ എന്താണ് ഏകദേശം ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന 1000 മുതൽ 4500 മീറ്റർ ആണ്. ആവറേജ് വിട്ട് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഈ ഭാഗത്താണ് അല്ലെങ്കിൽ ലെസ്സർ ഹിമാചൽ ഭാഗത്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പീർ പാഞ്ചൽ, ധൗലാധർ, മഹാഭാരത റേഞ്ചസ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഇത്തരം റേഞ്ചസ് കാണുന്നത് ഹിമാചലിലാണ്. ഇത് കൂടാതെ നമ്മുടെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ആയിട്ടുള്ള ഷിംല, ഡാർജിലിംഗ്, മുസൂരി, നൈനിറ്റാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ എന്താണ് ടൂറിന് പോകുന്ന സ്ഥലങ്ങളല്ലേ. നമ്മൾ ഈ ടൂറിന് പോകുന്ന ഇത്തരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് എല്ലാം വരുന്നത് എവിടെയാണ്? ഈ ഒരു ഹിമാചൽ എന്ന് പറയുന്നതാണ്. ഇനി അതുപോലെ തന്നെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള വാലീസ്. എന്താണ് ഈ വാലീസ് എന്ന് പറയുന്നത്? ഇങ്ങനെ എന്താണ് ഒരു വി ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നത് അല്ലേ. അതായത് ഒരു റേഞ്ചിൽ നിന്ന് മറ്റൊരു റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വാലി, അതിനെയാണ് നമ്മൾ വാലീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ടുള്ള വാലീസ്? കാശ്മീർ വാലി, കുളു, കാംഗ്ര ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാലീസ് എല്ലാം വരുന്ന എവിടെയാണ്? ഈ ഒരു ലെസ്സർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചലിലാണ്.
നെക്സ്റ്റ് വരുന്നതാണ് ഏത്, നമ്മുടെ ഹിമാലയൻ റേഞ്ചസിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ റേഞ്ച് നമ്മുടെ എന്താണ് ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ സിവാലിക് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവരെ പറയുന്നത്. എന്താണ് ഏകദേശം പൂർണ്ണമായും ഇന്ത്യക്കകത്തുള്ള ഒരു റേഞ്ച് ആണ് കേട്ടോ. ഏകദേശം പൂർണ്ണമായും എന്താണ് മോസ്റ്റ്ലി എല്ലാ ഏരിയാസും എന്താണ് ഇന്ത്യക്കകത്താണ് ഈ സിവാലിക് വരുന്നത്. അപ്പൊ എന്താണ് ഏറ്റവും എന്താണ് താഴെ കാണുന്ന റേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ആൾട്ടിറ്റ്യൂഡ് എന്താണ് ഏറ്റവും കുറവുള്ളതാണ്. 900 മുതൽ 1100 മീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നത് വേരി ചെയ്യുന്ന ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വിഡ്ത്തോ വളരെ കുറവാണ്. 10 മുതൽ 50 കിലോമീറ്റർ വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ വിട്ടുള്ളൂ. ഇനി ജമ്മു ഹിൽസ് ഒക്കെ ഇവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഭാഗത്ത് നമ്മുടെ എന്താണ് ഡ്യൂൺസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എന്താണ് സിവാലിക്കിനും, അതായത് ലെസർ ഹിമാലയയ്ക്കും സിവാലിക്കിനും അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയത്തിനും ഇടയിലുള്ള വളരെ എന്താണ് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള വാലീസിനെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ വാലീസ് എന്ന് പറയുന്നെങ്കിലും എന്താണ് നമുക്ക് എന്തായിരിക്കും ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് ഒരിക്കലും ഡെറാഡൂണിലേക്കൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെ, ട്രാവൽ ചെയ്ത് നമ്മൾ വൺസ് ഡെറാഡൂണിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല നമ്മൾ ഹിമാലയത്തിന്റെ ഒരു പോർഷനിലാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ എന്താ വളരെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ്യൂ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എന്ത് ഈ ഡെറാഡൂൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ഒരു എന്താ ലെസർ ഹിമാലയത്തിൽ നിന്ന് ഔട്ടർ ഹിമാലയത്തിലേക്ക് അവർ ഇടയിലുള്ള ഒരു സ്പേസ് ആണ്. അതിനെയാണ് നമ്മൾ ഡൂൺസ് എന്ന് പറയുന്നത്. ആ വാലീസ്, അതായത് നമ്മൾ രണ്ട് സിവാലിക്കിനും അതുപോലെ തന്നെ ഹിമാചലിനും ഇടയിലുള്ള വാലീസിനെയാണ്, പാരലൽ ആയിട്ട് കിടക്കുന്ന വാലീസിനാണ് നമ്മൾ ഡൂൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഡെറാഡൂൺ അല്ലെ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ എന്ന് പറയുന്നത് അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പാട്ലി ഡൂൺ, കോട്ട്ലി ഡൂൺ എന്നൊക്കെ പറയുന്ന ഒത്തിരി അധികം ഡൂൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഡ്യൂൺസ് എന്ന് പറയുന്നത് ഓർത്തു വെച്ചിരിക്കുക, സിവാലിക്കിനും അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയസിനും ലെസർ ഹിമാലയസിനും ഇടയിലായി കാണപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനലി നമ്മുടെ ഹിമാലയാസിനെ നമ്മൾ എന്ത് ചെയ്തു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു, ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. അപ്പൊ ഹിമാദ്രിയിലാണ് ഏറ്റവും ഉയരം കൂടിയ പീക്കുകളെല്ലാം കാണുന്നത്. ഏറ്റവും ഉയരം കൂടിയതും ഹിമാദ്രിയിലാണ്, അവിടെയാണ് ഏറ്റവും തിക്നെസ് ഉള്ളത്. അതിനുശേഷം തന്നെ ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ട്. നമ്മുടെ ഗാൻജസ് പോലുള്ള യമുന പോലുള്ള നദികളെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയാണ് ഈ ഒരു ഹിമാദ്രിയിൽ നിന്നാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ ഉണ്ട്. അപ്പൊ വളരെ എന്താണ് ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസും മറ്റുമൊക്കെ കാണുന്നത് എവിടെയാണ് ഹിമാചലിലാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സിവാലിക് ഉണ്ട്. അപ്പൊ സിവാലിക്കിന്റെ പ്രത്യേകത എന്താണ്, അവിടെ ശരിക്കും ഡ്യൂൺസ് അല്ലെ, പാരലൽ ആയിട്ടുള്ള വാലീസ് കാണപ്പെടുന്നുണ്ട്. എവിടെയാണ് സിവാലിക്കിനും ലെസർ ഹിമാലയത്തിനും ഇടയിലായിട്ട്. ആ ഏരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഡ്യൂൺസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്യൂൺ ആണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനലി നമുക്ക് ഹിമാലയാസിനെ എങ്ങനെയാണ് മുറിക്കാൻ കഴിയുന്നതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡിനലി മാത്രമല്ല, വെർട്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഷൻസ് ആക്കാൻ പറ്റും, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് നമ്മുടെ ഹിമാലയാസിന് എന്താണ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ഈ റിവേഴ്സിന്റെ പ്രസൻസ് വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിവർ വാലി വെച്ചിട്ട് നമ്മൾ ഹിമാലയാസിനെ എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്തെന്ന് പറയുന്നത് ഇൻഡസിനും സത്ലജിനും ഇടയിലുള്ള, അപ്പൊ ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ് സത്ലജ് അല്ലെ. അപ്പൊ ഇൻഡസ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മോളിൽ കൂടെ പോകുന്നുണ്ട്. സത്ലജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ പഞ്ചാബിന്റെ ആ ഒരു ഭാഗത്തൂടി ഒഴുകുന്ന ഒരു റിവർ ആണ് ഈ സത്ലജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ രണ്ട് റിവർ വാലീസിന്റെ ഇടയിൽ കാണുന്ന ഹിമാലയത്തിന് നമ്മൾ എന്ത് പറയും, പഞ്ചാബ് ഹിമാലയാസ് എന്ന് പറയും. അപ്പൊ സത്ലജിനും
ഇൻഡസിനും സത്ലജിന്റെയും ഇൻഡസിന്റെയും റിവർ വാലീസിന്റെ ഇടയിലുള്ള ആ ഭാഗത്തൂടി കാണുന്ന നമ്മുടെ ഹിമാലയസിന്റെ റീജിയൻ നമ്മൾ എന്ത് പറയും? പഞ്ചാബ് ഹിമാലയ എന്ന് പറയും. എന്താണ് ഇത്? പഞ്ചാബ് ആ ഒരു ഏരിയ പ്രോമിനന്റ് ആയി നിൽക്കുന്നുണ്ടല്ലേ പഞ്ചാബ് എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ ഇടയിൽ പഞ്ചാബ് മാത്രമാണോ ഉള്ളത്? അല്ലല്ലേ. ഹിമാചൽ പ്രദേശ്, കാശ്മീർ, ഇനി റീജിയണലി എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേറെ വേറെ സ്ഥലങ്ങളുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്ത് ഇതിനെ കാശ്മീർ ഹിമാലയാസ് എന്നും അതുപോലെ തന്നെ ഹിമാചൽ ഹിമാലയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, നമുക്ക് തെറ്റ് പറയാൻ വേണ്ടി കഴിയില്ല. എന്താണ്? പക്ഷെ ജനറലി നമ്മൾ നോക്കുമ്പോൾ ഇൻഡസിന്റെയും സത്ലജിന്റെയും ഇടയിലായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പഞ്ചാബ് ഹിമാലയ. അപ്പൊ ആദ്യം നമ്മള് പഞ്ചാബ് ഹിമാലയ പറഞ്ഞു, പഞ്ചാബ് ഹിമാലയ. അതിനുശേഷം എന്താണ്? നമ്മള് സത്ലജിനും സത്ലജ് ആൻഡ് കാളി റിവർ. ഈ കാളി റിവർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ ആ ഒരു ഭാഗത്തൂടെ ഒഴുകുന്ന ഒരു റിവറാണ് ഈ കാളി റിവർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഒഴുകുന്ന ഒരു റിവറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാളി റിവറിന്റെ എന്താണ് ആ ഒരു ഒഴുക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നേപ്പാളുമായിട്ടുള്ള ഈ ഒരു ബോർഡർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഈ കാളി എന്ത് ചെയ്യുമ്പോൾ അതിന്റെ റിവറിന്റെ എന്താണ് കോഴ്സ് മാറ്റുന്ന സമയത്ത് അതെന്താണ് കുറച്ച് ഒരു ഇപ്പോഴൊന്നല്ല, കുറച്ച് നാൾ മുന്നേ ഈ കാളി റിവറിന്റെ ഈ ഒരു കോഴ്സ് മാറിയപ്പോൾ അത് നമ്മളും അതായത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബോർഡറിന്റെ ആ ഒരു എന്താണ് കുറച്ച് എന്താണ് ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 2019 ആ ഒരു സമയത്തൊക്കെ എന്താണ് വളരെ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്താണ് അത്രയും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണ് പുകയാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നേപ്പാളിൽ ചൈന ഉണ്ടാക്കുന്ന ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഇൻഫ്ലുവൻസിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ കാളി റിവർ അങ്ങനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെയും അതായത് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിന്റെ ആ ഒരു പോർഷനിലൂടെ ഒഴുകുന്ന ഒരു റിവറാണ് ഈ കാളി എന്ന് പറയുന്നത്. ആ കാളി റിവർ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളും ഇന്ത്യയും അതുപോലെ നേപ്പാളും തമ്മിലുള്ള ബോർഡർ ആ ഒരു ഭാഗത്ത് നിശ്ചയിക്കുന്ന റിവർ. അപ്പൊ ഈ രണ്ട് റിവേഴ്സിന് സത്ലജിനും കാളിക്കും ഇടയിൽ ഒഴുകുന്ന അല്ലെങ്കിൽ ആ ഭാഗത്ത് കാണപ്പെടുന്ന ഹിമാലയസിനെ വിളിക്കുന്ന പേരാണെന്ത്? കുമയോൺ ഹിമാലയാസ്. ഹിമാലയാസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് വേറെ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കുമയോൺ ഹിമാലയാസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിന് വേറെ എങ്ങനെയെങ്കിലും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സത്ലജിനെയും കാളിക്കും ഇടയിൽ, സത്ലജ് ആൻഡ് കാളി റിവേഴ്സിന്റെ ഇടയിലുള്ള പോർഷനെ നമ്മൾ കുമയോൺ ഹിമാലയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടീസ്റ്റ. അപ്പൊ എന്താണ്? നമ്മൾ കുമയോൺ ഹിമാലയ പറഞ്ഞു. അപ്പൊ ടീസ്റ്റ നമുക്കറിയാം അല്ലെ, സിക്കിമിലൂടെ ഒഴുകുന്ന വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരു റിവർ ആണ് ടീസ്റ്റ എന്ന് പറയുന്നത്. ടീസ്റ്റ എന്ന് പറയുന്ന ബ്രഹ്മപുത്ര റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ബ്രഹ്മപുത്ര റിവറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ് ഇത് ടീസ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ സിക്കിമിലൂടെ ഒഴുകുന്ന എന്താണ് ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള, ബാക്കിയെല്ലാം വളരെ മൈനർ ആയിട്ടുള്ള റിവേഴ്സ് ആണ്. അപ്പൊ സിക്കിമിലൂടെ ഭാഗത്ത് അല്ലെങ്കിൽ സിക്കിം നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു ഭാഗത്തൂടെ എന്താണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കയറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിക്കിമിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ടീസ്റ്റ റിവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും കേട്ടോ. അപ്പം വളരെ എന്താണ് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു റിവറാണ്. വെള്ളം ഭയങ്കര രസമാണ്. പക്ഷെ മഴ പെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റോ. ഹിമാലയസിന്റെ ആ ഒരു ഭാഗത്ത് മഴ പെയ്യുന്ന സമയത്ത് വളരെ ഓപ്പോസിറ്റോ ആയിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റിവറാണ് കേട്ടോ ഈ ടീസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടീസ്റ്റ എന്ന് പറയുന്നത് സിക്കിമിലൂടെ ഒഴുകുന്ന റിവറാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് കുറെ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ടീസ്റ്റ എന്ന് പറയുന്ന റിവർ സിക്കിമിലൂടെ ഒഴുകുന്ന റിവറാണ്. സിക്കിമിലെ വൺ ഓഫ് ദി മേജർ റിവേഴ്സ് ആണ്. വൺ ഓഫ് ദി മേജർ റിവർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വൺ ആൻഡ് ഓൺലി മേജർ റിവർ ആണ് ഈ ടീസ്റ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആണ്. ഇനി അത് എന്താണ് നമ്മുടെ കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ഹിമാലയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നേപ്പാൾ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ കാളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉത്തരാഖണ്ഡിലാണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം എന്താണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ നേപ്പാളിലെ ബോർഡർ ആണ് അല്ലെ. അപ്പൊ അതിനുശേഷം എന്താണ് സിക്കിം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് കാളി, ഇവിടെ എന്ത് ചെയ്യാന്ന് ടീസ്റ്റയും ഉണ്ട്. അപ്പൊ ഈ രണ്ട് റിവേഴ്സിന്റെ ഇടയിലായി കാണപ്പെടുന്ന ഹിമാലയാസിനെ നമ്മൾ എന്ത് പറയുന്നത്? നേപ്പാൾ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇനി ടീസ്റ്റയ്ക്കും നമ്മുടെ ദിഹാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സാങ്പോ റിവർ ഇന്ത്യയിലേക്ക് അരുണാചൽ പ്രദേശിലൂടെ കയറുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ദിഹാങ്. അതാണ് എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ബ്രഹ്മപുത്രയായി മാറുന്നത് ഈ ഒരു ദിഹാങ് ആണ്. അപ്പൊ ടീസ്റ്റയ്ക്കും ദിഹാങ്ങിനും ഇടയിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന് പറയുന്ന പേരാണ് ഇത് ആസാം ഹിമാലയാസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മുടെ ആ ഒരു വെർട്ടിക്കൽ ഡിവിഷൻസ് ഓക്കെ ആണോ?
വെർട്ടിക്കൽ ഡിവിഷൻസിൽ നമ്മൾ എന്താണ് പ്രധാനമായും 4 ആൾക്കാരെ അല്ലെ 4 ഡിവിഷനാണ് പറഞ്ഞത്. പഞ്ചാബ് ഹിമാലയ, ഇൻഡസ് ആൻഡ് സത്ലജ്. അതിനുശേഷം വന്നതാണ് ഇത് കുമിയോൺ ഹിമാലയ, സത്ലജ് ആൻഡ് കാളി ആൻഡ് ടീസ്റ്റ നേപ്പാൾ ഹിമാലയാസ്, ആൻഡ് ടീസ്റ്റ ആൻഡ് ദിഹാങ് ആസാം ഹിമാലയാസ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പൂർവാഞ്ചൽ. പൂർവാഞ്ചൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ആ ഒരു ഏരിയ അല്ലെ നമ്മുടെ ഈ ഒരു നംച ബർവ അല്ലെ, നംച ബർവ എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താണ് ഒരു യു ടേൺ എടുത്ത് നമ്മുടെ ഹിമാലയസ് എന്താണ് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. താഴോട്ടെന്ന് പറയുമ്പോൾ എന്താണ് നാഗാലാൻഡ്, മിസോറാം, അതുപോലെ തന്നെ എന്താണ് മണിപ്പൂർ, ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താണ് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് അല്ലെ, ആ ഒരു ഭാഗത്തൂടെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ആ കാണുന്ന ഹിമാലയാസിനെയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഹിമാലയാസിനെ നമ്മൾ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. പൂർവാഞ്ചൽ എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ എന്താണ് ആ ഒരു നംച ബർവ കഴിഞ്ഞതിന് ശേഷം താഴേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്ന ദിഹാങ് ഗോർജിന് ശേഷം താഴേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഹിമാലയാസിനാണ് നമ്മൾ പൂർവാഞ്ചൽ അഥവാ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത് അവിടെ എന്താണ് പ്രധാനമായി കാണപ്പെടുന്ന ഹിൽസ് എന്ന് പറയുന്നത് പട്കായ്, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മീസോ ഹിൽസ്. ഇനി ഈ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് ഈ പൂർവാഞ്ചലിലെ എന്താണ് ഏറ്റവും എന്താണ് ഉയരം കൂടിയ ഹില്ലെന്ന് പറയുന്നത് സാരാമതിയാണ്. സാരാമതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാഗാലാൻഡിലെ എന്താണ് ഒരു ഹില്ലോക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. സാരാമതി ആണെന്നാണ് എൻ്റെ ഓർമ്മ. സാരാമതി എന്തായാലും എന്താണ് നമ്മുടെ പൂർവാഞ്ചലിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഹില്ലെന്ന് പറയുന്നത് സാരാമതിയാണ്. എന്താണ് നാഗാലാൻഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതൊന്ന് ക്ലാരിഫൈ ചെയ്തോണം കേട്ടോ. സാരാമതി പൂർവാഞ്ചലിലുള്ള എന്താണ് പ്രധാനപ്പെട്ട ഹില്ലോക്സ് എന്ന് പറയുന്നത് പട്കായ്, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മീസോ ഹിൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് പട്കായ് ഹിൽസ്, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് ആൻഡ് മീസോ ഹിൽസ് ആണ് നമ്മുടെ പൂർവാഞ്ചൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഹിൽസ് എന്ന് പറയുന്നത്. സാരാമതിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഹില്ലൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഹിമാലയാസ് വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഹിമാലയാസിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വലിയ കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു കണക്ക് ഇങ്ങനെ എന്താണ് ഇത് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്നത്. അപ്പൊ എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു മാപ്പ് എടുക്കുക. അപ്പൊ ഇതിന് ഈ ഫിഗറിലുള്ള മാപ്പാണെന്നുണ്ടെങ്കിൽ അത് മതി. അല്ല നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും അറ്റ്ലസോ മറ്റോ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി എന്ത് ചെയ്യുക പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ഏരിയ നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് മറക്കില്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹിമാലയാസ് കഴിഞ്ഞു അല്ലേ. ഹിമാലയാസ് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ആ ഹിമാലയസിന്റെ സിവാലിക് കഴിഞ്ഞ ആ ഒരു വാലിയിൽ നിന്ന് തുടങ്ങി താഴേക്ക് എന്ത് ചെയ്യാണ് നമ്മുടെ പ്ലെയിൻസ് വരുന്നുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ എന്താ പറയുന്നത് നോർത്തേൺ പ്ലെയിൻസ് എന്നും അതുപോലെ തന്നെ ഇൻഡോ ഗ്യാൻജറ്റിക് പ്ലെയിൻസ് എന്നും ഇൻഡോ ബ്രഹ്മപുത്ര പ്ലെയിൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് പല രീതിയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ഗാഞ്ചസ്, ബ്രഹ്മപുത്ര ഈ 3 ആൾക്കാരും കൂടി ഹിമാലയത്തിൽ കൂടി ഒഴുകുന്ന സമയത്ത് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് എല്ലാം കൂടി ഡിപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഇതിന്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഈ നോർത്തേൺ പ്ലെയിനിന്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3200 കിലോമീറ്റർ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഏകദേശം 3200 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ എക്സ്റ്റൻസ് ഉണ്ട്. എക്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എന്താണ് ലെങ്ത് അല്ലെ, ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 150 മുതൽ 300 കിലോമീറ്റർ വരെ ഉണ്ട്. ഇനി മാക്സിമം അലൂവിയൽ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 1000 മുതൽ 2000 മീറ്റർ വരെ ഉണ്ട്. അതായത് 1 മുതൽ 2 കിലോമീറ്റർ വരെ എന്താണ് ഡെപ്തിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു അലൂവിയൽസ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സെഡിമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ നോർത്തേൺ പ്ലെയിൻസിനെ ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ നേരത്തെ എന്താണ് നമ്മുടെ ഹിമാലയാസിനെ ലോഞ്ചിറ്റ്യൂഡിൽ ഡിവൈഡ് ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നോർത്തേൺ പ്ലെയിൻസിനെയും ലോഞ്ചിറ്റ്യൂഡിനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകളിലും എന്താണ് റിപ്പീറ്റഡ് ആയി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു തന്ന് എന്ത് ചെയ്യും പറ്റിക്കും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മുടെ എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡൽ ഡിവിഷൻ തുടങ്ങുന്നത് ബാബർ
രണ്ടാമതായി വരുന്ന ടെറായ് ആൻഡ് മൂന്നാമതായിട്ട് അലൂവിയൽ പ്ലെയിൻസ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഹിമാലയാസിൽ നിന്ന് എന്താണ്, ഫുഡ് ഹിൽസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു നോർത്തേൺ പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഈ ഒരു ഹില്ലോക്സിൽ നിന്ന് ഒഴുകുന്ന റിവേഴ്സ് അല്ലേ, അപ്പൊ എന്താണ്, മുകളിൽ നിന്ന് എന്താണ് സ്ലോപ്പ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ റിവേഴ്സ് ഒഴുകും എന്താണ്, നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട്, ഇപ്പോൾ ഒരു ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ്, റിവർ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ വലിയ കല്ലുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വാലി തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ നോർത്തേൺ പ്ലെയിൻ തുടങ്ങുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, പ്ലെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇത്രയും ശക്തിയില്ല അല്ലേ, കുറച്ചുകൂടെ എന്താണ് പതിഞ്ഞായിരിക്കും ഒഴുകുന്നത്. അപ്പൊ എന്താണ്, ഈ വലിയ വലിയ ബോൾഡർ സൈസിലുള്ള കല്ലുകൾ എന്ത് ചെയ്യും, ഇവർ കൊണ്ടുവന്ന് ഈ ഒരു പ്ലെയിൻ എന്താണ്, ഈ ഒരു വാലി കഴിഞ്ഞ് പ്ലെയിൻ തുടങ്ങുന്നിടത്ത് അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത ഈ വലിയ ബോൾഡർ സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാബർ എന്ന് പറയുന്നത്. ഏകദേശം എന്താണ്, ഇതിന് 8 മുതൽ 10 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാബറിന് വിട്ടുണ്ട്. ഇവരുടെ ഒരു വിട്ട് എന്ന് പറയുന്നത് 8 മുതൽ 10 കിലോമീറ്റർ ആണ്. സിവാലിക്കിന്റെ ഫുഡ് ഹിൽസിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ബാബർ ഏരിയ കാണുന്നത്. ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത, എന്താണ്, ഇത്രയും വലിയ ബോൾഡേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സ്പേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒഴുകി വരുന്ന റിവർ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് ഇതിന്റെ അടിയിൽ എന്ത്, ഈ ഒരു ബോൾഡേഴ്സിന്റെ അടിയിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇവരെന്ത് ചെയ്യും, ഒഴുകാൻ തുടങ്ങും. അപ്പൊ എന്താണ്, സഡൻലി മുകളിലൂടെ ഇരിക്കുന്ന ഒരാൾക്ക് തോന്നും ഈ റിവർ എന്ത് ചെയ്യാണ്, ഇവിടെ ഡിസപ്പിയർ ചെയ്യാണ് എന്ന് തോന്നും, ഈ റിവർ എന്ത് ചെയ്യാണ്, ഇവിടെ അപ്രത്യക്ഷമാകുന്നു എന്ന് തോന്നും. അങ്ങനെ എന്താണ്, റിവേഴ്സ് ഈ ഫുഡ് ഹിൽസിൽ വെച്ച് എന്താണ് അപ്രത്യക്ഷമാകുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ബാബർ എന്ന് പറയുന്നത്. 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കിലോമീറ്റർ ഡെപ്തിലാണ് അല്ലെങ്കിൽ വിത്തിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. അതിനുശേഷം ഇവിടെ എന്താണ്, ഡിസപ്പിയർ ആയ ഈ ഒരു റിവർ പിന്നെയും എന്താണ്, ഭൂമിയുടെ മുകളിലേക്ക് പൊങ്ങി വരുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെറായ് ഏരിയ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ എന്നാണ് വിട്ടാണ് ഉള്ളത്. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്, ഈ ഒരു റിവർ എന്ത് ചെയ്യും, റീഎമർജ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് എന്ത് ചെയ്യും, വളരെ ഫൈൻ ആയിട്ടുള്ള സെഡിമെന്റ്സ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മാർഷി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ ഒരു ടെറായ് എന്ന് പറയുന്നത്. ഒരു ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇനി ഈ ഒരു ഏരിയ വളരെ മാർഷി ആയതുകൊണ്ട് തന്നെ എന്താണ്, വളരെയധികം എന്താണ് വെജിറ്റേഷൻ അല്ലേ, അപ്പം നല്ല ഫോറസ്റ്റുകളൊക്കെ തിക്കൻഡ് ആയിട്ടുള്ള വളരെ ഫോറസ്റ്റുകളൊക്കെ കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ടെറായ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, ബാബർ പറഞ്ഞു, ടെറായ് പറഞ്ഞു. ഇനി അതിനുശേഷമാണ് എന്ത്, അലൂവിയൽ ഡെപ്പോസിറ്റ് അല്ലെ, അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ അലൂവിയൽ ഡെപ്പോസിറ്റിനെ ഫർദർ എന്തായിട്ടുണ്ട്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഖാദറും ബാങ്കറും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫർദർ ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഖാദർ ബാങ്കർ എന്ന് പറയുന്നത് ഓൾഡ് ആൻഡ് ന്യൂ അലൂവിയം ആണ് കേട്ടോ. അതായത് എന്താണ്, റിവർ എന്ത് ചെയ്യാണ്, കുറെ നാളായിട്ട് ഇപ്പൊ എന്താണ്, ഒരു റിവർ ഒഴുകി വരുന്നല്ലേ, ഒരു റിവർ ഒഴുകി വന്ന് ഇവിടെ കുറച്ച് എന്ത് ചെയ്യും, സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്തു. ഇനി എന്താണ്, ഈ ഡിപ്പോസിറ്റ് കുറെ നാളായിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ പുറമെ എന്താണ്, പുതിയ ഡിപ്പോസിറ്റുകൾ വരെയല്ലേ. അപ്പൊ ഈ പുതുതായിട്ട് ഇയാൾ കൊണ്ടുവന്നിട്ട് ഡിപ്പോസിറ്റാണ് നമ്മൾ ന്യൂ ഡിപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. കുറെ നാളായിട്ട് ഇവിടെ കിടക്കുന്ന ആളിനെ നമ്മൾ എന്താണ്, ഓൾഡ് ഡിപ്പോസിറ്റുകൾ എന്ന് പറയും. ഈ ഓൾഡ് ഡിപ്പോസിറ്റിന്റെ പേരാണ് എന്ത്, ബാങ്കർ. ഓൾഡ് ഡിപ്പോസിറ്റിനെ ബാങ്കർ എന്നും ന്യൂ ഡിപ്പോസിറ്റിനെ ഖാദർ എന്നും പറയും. ഖാദർ ന്യൂ ഡിപ്പോസിറ്റും ബാങ്കർ ഓൾഡ് ഡിപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, ന്യൂ ഡിപ്പോസിറ്റും ഓൾഡ് ഡിപ്പോസിറ്റും. അപ്പൊ ന്യൂ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഖാദറും ഓൾഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കറുമാണ്. ഇനി ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ടും റിവേഴ്സിന്റെ ഫ്ലഡിങ് നടത്തുന്നത്, അതുപോലെ തന്നെ റിവർ മിയാൻഡറിങ് വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുന്നത്, അതുപോലെ തന്നെ ഓക്സ്ബോ ലേക്കുകൾ. അതായത് ഓക്സ്ബോ ലേക്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുമ്പോൾ ഉണ്ടല്ലോ, ഈ വളഞ്ഞ് ഇവരെന്ത് ചെയ്യും, തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങനെ എന്താണ്, ഒരു ഇങ്ങനെ ഷേപ്പിൽ ഒരു കുളം മാത്രം കിടക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഓക്സ്ബോ ലേക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബ്രൈഡഡ് ചാനൽസ് എന്ന് പറഞ്ഞാൽ ഈ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, നേരെ ഒഴുകാൻ പറ്റാത്തൊരവസ്ഥയാകും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും,
അപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിവറാണ്. അപ്പോൾ ഇതിന്റെ നടുക്ക് കൊണ്ട് കുറേ സാൻഡ് ബാർ എന്ന് പറഞ്ഞാൽ മണൽ കൂനകൾ കൊണ്ടിട്ടിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകുന്നതിനാണ് നമ്മൾ ബ്രെയ്ഡഡ് സ്ട്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ്, റിവർ കോഴ്സസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിവറാണ് ഗണ്ഡക് എന്ന് പറയുന്നത്. ഗണ്ഡക് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഗാംജസിന്റെ ട്രിബ്യൂട്ടറി ആണ്, ബീഹാറിൽ കൂടെ ഒഴുകുന്ന ഒരാളാണ്. അപ്പൊ ഇവരെന്താണ് വളരെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ എന്താണ് എപ്പോഴും റിവർ എന്താണ് കോഴ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കോസി, ഗണ്ഡകല്ല കേട്ടോ, സോറി, കോസിയാണ് ബീഹാറിൽ കൂടെ ഒഴുകുന്നത്. അപ്പൊ ബീഹാർ, അപ്പൊ ഇതെന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് എന്താണ് ഇങ്ങനെ എപ്പോഴും റിവറിന്റെ കോഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ കോഴ്സ് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കയറി ഇങ്ങനെ അങ്ങ് ഒഴുകും. അപ്പൊ എന്താണ് ഇതിന്റെ എന്താണ് റിവറിന്റെ ചാനൽ മാറി അല്ലേ, അതിനാണ് കോഴ്സ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ എന്തായിരിക്കും വളരെ ഡേഞ്ചറസ് ആണ്. ഈ റിവേഴ്സ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റിവേഴ്സ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ നോർത്തേൺ പ്ലെയിൻസിൽ പറയാനുള്ളത്. അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ ഇനി എന്താ പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യം ബാബർ, നമ്മൾ എന്താണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നമ്മൾ എന്താണ്, അതായത് നോർത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇതിനെ എന്താണ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാബർ, ദെൻ ടെറായ്, അത് കഴിഞ്ഞിട്ട് എന്താണ് അലൂവിയൽ ഡിപ്പോസിറ്റ്. അലൂവിയൽ ഡിപ്പോസിറ്റിൽ എന്താണ് ആദ്യം ഓൾഡ് അലൂവിയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാങ്കറും, അതിനുശേഷം ന്യൂ അലൂവിയൽ ഡിപ്പോസിറ്റ് ഖാദറും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്താണ് ഹിമാലയാസ് ആൻഡ് നോർത്തേൺ പ്ലെയിൻസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഒരാളൊരു ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ എന്താണ് അവരുടെ എന്താണ് ഹിമാലയാസിന്റെ ഡിവിഷൻ ചോദിക്കുമ്പോഴേക്കും, ഹിമാലയാസിന്റെ ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ ഹിമാലയം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ ഡിവിഷനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഡിവിഷനേ ഉള്ളൂ, ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. നോർത്തേൺ മൗണ്ടൻസിന്റെ ഡിവിഷനാണ്, അതായത് നമ്മുടെ എന്താ നോർത്തിൽ കാണപ്പെടുന്ന മൗണ്ടെയിൻസിന്റെ ഡിവിഷനിലാണ് ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് പൂർവാഞ്ചൽ വരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ഒരു ഹിമാലയം ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹൈറ്റ് കൂടിയ ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ആ ഒരു ഹിമാലയം റേഞ്ചുമായിട്ട്, അല്ലെങ്കിൽ ഹിമാലയം എന്ന് പറയുന്നത്, നമ്മൾ ഹിമാലയം എന്ന് പറയുന്ന ആ ഒരു പർവ്വതവുമായിട്ട് ട്രാൻസ് ഹിമാലയക്ക് എന്താണ് ഒറിജിനൽ വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ ഹിമാലയത്തിന്റെ റേഞ്ചസ് ആണ്, ഹിമാലയത്തിന്റെ ഡിവിഷനാണ് നമ്മളടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക് മാത്രമേ ഉള്ളൂ. നോർത്തേൺ മൗണ്ടെയിൻസിന്റെ ഡിവിഷനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ദെൻ പൂർവാഞ്ചൽ. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ആ ഡൗട്ട് ക്ലിയർ ആയോ? മൂന്ന് സാധനങ്ങളാണ്. ഓക്കെ ആയോ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എന്താണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു. യെസ്, ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മീറ്റ് ചെയ്യാം.